വെൽക്കം ബാക്ക് ടു അർഷി ടേസ്റ്റി ഡോട്ട്സ്. അർഷി ടേസ്റ്റി ഡോട്ട്സിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. പിന്നെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒരു ചട്നിയുടെ കൂടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഒരു സൗത്ത് ഇന്ത്യൻ സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ അഭിപ്രായമൊക്കെ പറയുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായമൊക്കെ പറയുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുൻപേ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സൗത്ത് ഇന്ത്യൻ സ്നാക്കായ മൈസൂർ ബോണ്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മളെ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായി ഇതിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഞാൻ ആദ്യം ഒരു ചട്നിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 2 കപ്പ് മൈദയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ പറയുന്നത്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളൊരു ഏകദേശം അളവ് വെച്ച് എടുത്താൽ മതി. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്യുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വെച്ചതാണ്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്താൽ മതി. ക്യാരറ്റ് ഒരു 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിവിടെ അതേ അളവിൽ തന്നെ ഓണിയൻ എടുത്തിട്ടുണ്ട്. അതൊരു 2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തോ. പിന്നെ കറക്റ്റായിട്ടുള്ള അളവ് കണ്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കേണ്ടത് തൈരാണ്. തൈര് എടുക്കുന്ന ടൈമിൽ നിങ്ങൾ നല്ലപോലെ അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചതിന് ശേഷം ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഇളക്കിയതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. തൈര് ഞാനൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കുഴക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യമുള്ള വാട്ടർ ചേർത്ത് കൊടുക്കാം. വെള്ളം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കാം. ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. 1/2 ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ, അധികം ചേർക്കാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ ഒരു തിക്നെസ്സിൽ കിട്ടണം. അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കണം. എന്നാലേ എല്ലാ ഐറ്റംസും എത്തുകയുള്ളൂ. എന്നിട്ട് നമുക്കൊരു ചട്ടി ചൂടാവാൻ വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിത് ഓരോന്നായി ഇട്ടതിന് ശേഷം ഒന്ന് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം. കാരണം ഇത് ബോളായിട്ട് വരുന്നത് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഒരു തവ വെച്ചിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്. പെട്ടെന്ന് കുക്കായി വരുത്. നമുക്കിതിനെ എടുത്ത് മാറ്റി വെക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയപ്പോൾ തന്നെ ഞാനിത് എടുത്ത് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ ബ്രൗൺ ആവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മൈസൂർ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ബൈ.